नमस्ते बच्चों, कैसे हो? कुछ है ना? आज हम बसंत पाठ्य पुस्तक के 6वीं कक्षा के वो चिड़िया जो नामक कविता पढ़ेंगे. इसका रचयिता കേദാരനാഥ് അഗ്രവാൾ है. ഇന്ന് നമുക്ക് വസന്ത പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ वो चिड़िया जो എന്നു പേരായ കവിത പഠിക്കാം. ഈ കവിതയുടെ രചയിതാവ് കേദാരനാഥ് അഗ്രവാളാണ്. इस कविता से कवि केदारनाथ अग्रवाल ने एक नीले पंखों वाली छोटी चिड़िया के मन की भावनाओं को दर्शाना चाहता है. ഈ കവിതയിലൂടെ കവിയായ കേദാരനാഥ് അഗ്രവാൾ ഒരു നീല നിറമുള്ള ഒരു കുഞ്ഞു പക്ഷിയുടെ മനസ്സിലെ ഭാവനകളാണ് ചിത്രീകരിക്കുന്നത്. ഈ കവിതയുടെ ആദ്യത്തെ ഭാഗം നമുക്കിന്ന് പഠിക്കാം. ഞാനതൊന്ന് പറയാം. वो चिड़िया जो चोंच मारकर दूध भरे झुंडी के दाने रुचि से रस से खा लेती है. वो छोटी संतोषी चिड़िया नीले पंखों वाली मैं हूँ, मुझे अन्न से बहुत प्यार. നമുക്ക് എന്താണ് ഇതിൻ്റെ ആശയമെന്ന് നോക്കാം. वो चिड़िया जो, ആ പക്ഷി, ഏതൊരു പക്ഷിയെക്കുറിച്ചാണോ ഈ കവിതയിൽ കൂടി പരാമർശിക്കുന്നത് ആ പക്ഷി. ചോഞ്ച് മാർക്കർ ദൂത്ത് ഫരേ ചുണ്ടി കെ ദാനെ, ചോഞ്ച് മാർക്കർ ചുണ്ട് കൊണ്ട് കൊത്തിയിട്ട്, ദൂത്ത് ഫരേ ചുണ്ടി കെ ദാനെ പകുതി പാകമായ ധാന്യമണികൾ. ജുണ്ടി കെ ദാനെ എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ചോളം, ബാർലി തുടങ്ങിയ ധാന്യത്തിൻ്റെ കതിരുകൾ. അതാണ് ജുണ്ടി കെ ദാനെ. ദൂത്ത് ഭരേ ജുണ്ടി കെ ദാനെ എന്ന് പറഞ്ഞാൽ പകുതി പാകമായ ഈ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ നല്ല മധുരമുള്ള പാല് പോലെയുള്ള ദ്രാവകം ഉണ്ടായിരിക്കും. അത് കഴിക്കാൻ വളരെയധികം സ്വാദാണ്. ആ സ്വാദുള്ള ആ ധാന്യമണികളാണ് ഈ പക്ഷി രുചി സേ രസ് സേ ഖാ ലേത്തി ഹെ, വളരെ ടേസ്റ്റോടെ, വളരെ രുചിയോടെ, രസ് സേ താല്പര്യത്തോടെ, ഇഷ്ടത്തോടെ, ഖാ ലേത്തി ഹെ തിന്നുന്നത്. പക്ഷി എന്താ ചെയ്യുന്നത്? ചോഞ്ച് മാർക്കർ ദൂധ് ഭരേ ജുണ്ടി കെ ദാനെ രുചി സേ രസ് സേ ഖാ ലേത്തി ഹെ, അത് ചുണ്ടുകൊണ്ട് കുത്തി പകുതി പാകമായ ആ ധാന്യമണികൾ വളരെ ഇഷ്ടത്തോടെ, വളരെ രുചിയോടെ ഖാലേത്തി ഹെ തിന്നുന്നു. വോ ചോട്ടി സന്തോഷി ചിടിയ, ആ കുഞ്ഞു പക്ഷി, ചോട്ടി സന്തോഷി ചിടിയ, സന്തോഷമുള്ള ആഹ്ലാദവാനായ മനോഹരനായ ആ പക്ഷി, നീലെ പങ്കോം വാലി, നീല ചിറകുകളുള്ള, അതാരാണ്? മൈം ഹൂം, ഞാനാണ് ആ പക്ഷി. എങ്ങനെയുള്ള പക്ഷി? നീലെ പങ്കോം വാലി സന്തോഷി ചിടിയ, നീല ചിറകുകളുള്ള ആ മനോഹരമായ സൗന്ദര്യമുള്ള സന്തോഷമുള്ള ആ പക്ഷി ഞാനാണ്. മുझे അन्न से बहुत प्यार है, എനിക്ക് ഈ ധാന്യങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. അന്നസെ, അന്നെന്ന് വെച്ചാൽ ആഹാരം, ഇവിടെ ആഹാരം ധാന്യമാണ്. മുझे അन्न से बहुत प्यार है, പക്ഷി പറയുന്നു. ഉസ് നീലെ പങ്കോ വാലി ചിടിയ മൈ ഹൂം, മുझे അन्न से बहुत प्यार है, എനിക്ക് ആഹാരമായ ഈ ധാന്യം, ഈ പാൽ നിറഞ്ഞ മധുരമുള്ള ഈ ധാന്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇതിലുള്ള വേർഡ് മീനിങ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ദൂത്ത് ഭരേ എന്ന് പറഞ്ഞാൽ കച്ചേ അല്ലെങ്കിൽ അത്തപ്പക്കെ, പകുതി പാകമായ ധാന്യങ്ങൾ. ജുണ്ടി എന്ന് പറഞ്ഞാൽ ഗേഹു, ജൗവ, ബസറേക്ക് ബലിയ, ഗോതമ്പ്, ചോളം, ബസറ തുടങ്ങിയതിൻ്റെ കതിരുകൾ. പിന്നെ രുചിസെ എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റോടെ, സന്തോഷത്തോടു കൂടി. രസ് ലേ ലേക്കർ, താല്പര്യത്തോടു കൂടി ആസ്വദിച്ച് കഴിക്കും. സന്തോഷി സന്തോഷവാനായ. ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഗദ്യാംശമേ കൈസി ചിടിയാക്കി ബാത് കി ഗയി ഹെ, ഈ പാഠഭാഗത്തിൽ എങ്ങനെയുള്ള ഒരു പക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്? ഏത് നിറത്തിലുള്ള? നമുക്കറിയാം, നീല നിറത്തിലുള്ള പക്ഷിയാണ്. എങ്ങനെ പറയാം ഹിന്ദിയിൽ? നീലി ചിടിയാക്കി ബാത് കി ഗയി ഹെ. इस पद्यांश में नीली चिड़िया की बात की गई है. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം.
चिड़िया अपनी चोंच से किस प्रकार के दानों को खाती है? ഈ പക്ഷി തൻ്റെ ചുണ്ടുകൊണ്ട് എപ്രകാരമുള്ള ധാന്യമാണ് കഴിക്കുന്നത്? എപ്രകാരമുള്ള ധാന്യമാണ് കഴിക്കുന്നത്? गेहूँ जौवा बाजरे की बलियों के दूध भरे हाथ पके कच्चे दाने. गेहूँ जौ बाजरे की बलियों के ഗോതമ്പ്, ചോളം, ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കതിര്. എങ്ങനെയുള്ള കതിരുകളാണ്? ദൂത്ത് ഫരെ പാൽ നിറഞ്ഞ, അത്പക്കെ കച്ചേ ധാനി പകുതി വിളവായ ധാന്യങ്ങളാണ് കഴിക്കുന്നത്. ഗേഹു ജോ വ ബജ്രേക്ക ബലിയോങ്കെ ദൂത്ത് ഭരെ അത്പക്കെ കച്ചേ ധാനി ഖാത്തി ഹെ. മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം. ചിടിയാക്ക സ്വഭാവ കൈസാഹെ. ഈ ചിടിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? പദ്യത്തിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ള സ്വഭാവമാണ്? ബഹുത് സന്തോഷി ചിടിയ. എങ്ങനെയാ പറഞ്ഞത്? ബഹുത് ചോട്ടി സന്തോഷി ചിടിയ. അപ്പോൾ ഉസ് പക്ഷി കാ സ്വഭാവ കൈസാ ഹെ? ഉസ് ചിടിയ കാ സ്വഭാവ ബഹുത് സന്തോഷി ഹെ. സന്തോഷി. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. കവി ने चिड़िया को संतोषी क्यों कहा है? കവി പറയുന്നുണ്ട് ഉസ് പക്ഷി ബഹുത് സന്തോഷ് ഹെ, बहुत छोटी संतोषी चिड़िया है. കവി ഐസെ കഹനെ കാ ക്യാ താല്പര്യ ഹെ? എന്തുകൊണ്ടാണ് കവി എങ്ങനെ പറയുന്നത്? ആ പക്ഷി ബഹുത് സന്തോഷി ക്യോം കഹാ ഹെ. എന്തുകൊണ്ടാണ് അതിനെ സന്തോഷി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? കവിനെ ഐസ കഹ. കവി ഇങ്ങനെ പറയുന്നു ക്യോങ്കി എന്തെന്നാൽ വ കേവൽ അനാജ് കെ ദാനെ പാക്കർ ഹി സന്തുഷ്ട രഹത്തി ഹെ. അത് കേവലം ഒരു ധാന്യമണി തിന്നുമ്പോൾ തന്നെ വഹ് സന്തോഷ് ലഗത്താ ഹെ, വളരെ സന്തുഷ്ട രഹത്തി ഹെ, വളരെയധികം സന്തുഷ്ടനായി കാണപ്പെടുന്നു. ധാന്യമണികൾ കൊത്തി തിന്നുമ്പോൾ തന്നെ അത് വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നത് കൊണ്ടാണ് കവി എന്ത് ചെയ്യുന്നത്? ആ പക്ഷിയെ വളരെ സന്തോഷി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്യാരെ ബച്ചോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കൂടി ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു. ധന്യവാദ്.